നവകേരള സദസ്സിൽ അതിൻ്റെ ട്രോള് മാത്രം നോക്കിയാൽ മതിയല്ലോ, വേറെ എവിടെയും പോകണ്ടല്ലോ. ട്രോള് മാത്രം സെലക്ട് ചെയ്താൽ മതി, നവകേരളയുടെ വിജയം അവിടെ നമുക്ക് കാണാം. ഈ പരാതികളൊക്കെ പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ നവകേരള സദസ്സിൽ വെച്ചല്ല, അതിന് വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്താൽ മതിയെന്നാണ്. അതിൻ്റെ തന്നെ ഇപ്പോൾ 1000 ചില്ലുവാനം അപേക്ഷകൾ പിന്നെ ആദ്യം നടന്ന കാസർഗോഡ് ജില്ലയിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ബാക്കിയുള്ള 40 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. അപ്പോൾ 40 ദിവസമല്ല ഈ കേരളം ഈ പീരീഡ് തീരുമ്പോഴും തീർന്നാലും തീരത്തില്ല. ഇത് ഒരു രാഷ്ട്രീയ അജണ്ട എന്ന് വെച്ചാൽ പുള്ളിയുടെ ഇമേജ് ഇനി കോട്ടം പറ്റരുത്. പുള്ളിക്കൊരു ഇമേജ് ഹൈപ്പുണ്ടല്ലോ, ആ ഹൈപ്പിൽ നിന്ന് താഴെ പോകരുത്. അതിനു വേണ്ടിയുള്ളൊരു ഗുസ്തി എന്ന് മാത്രം പറയും. നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമോ? അത് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഈ 5 സംസ്ഥാന ഇലക്ഷനിൽ 4 അവർ ജയിച്ചു. പക്ഷെ അത് ഇനി വരുന്നത് ഇന്ത്യ മുന്നണി എങ്ങനെയാണ്, അവരുടെ ഇനിയുള്ള ഭാവിയുള്ള പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ മികച്ച ഭരണാധികാരി കേരളത്തിൽ പിണറായി വിജയൻ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി, രണ്ടും കമ്പയർ ചെയ്ത രണ്ടും ഒരേ തൂവൽ പക്ഷികൾ, രണ്ടും ജനത്തിനെ കൊള്ളയടിക്കും. അങ്ങനെ ഒരു കാര്യം പറയാം, ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാൻ ഇവിടെ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും തുറന്നു പറയത്തില്ല. പേടിയാ, എനിക്കും പേടിയാ, തുറന്നു പറയത്തില്ല. എനിക്കൊരു അഭിപ്രായം ഉണ്ട്, പക്ഷെ ആ അഭിപ്രായം അതെ സത്യമാണ്, അതൊരു തുണിയില്ലാത്ത സത്യമാണ്. പക്ഷെ അതല്ല, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരോട് ചോദിച്ചാലും ശരി, അവരുടെ ഉള്ളിൽ നിന്ന് ഒരു സത്യം പുറത്തു വരത്തില്ല. അതേ അവസ്ഥയിൽ തന്നെ എനിക്കും പറയാനുണ്ട്, പക്ഷെ പറയില്ല. തുടർഭരണം കിട്ടിയല്ലോ. അപ്പോൾ ആ തുടർഭരണം കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും? ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ലേ, ജനങ്ങളല്ലേ ഇത് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ടല്ലേ രണ്ടാമത് നരേന്ദ്രമോദി അത്രയ്ക്ക് ഇതായത് കൊണ്ടാണ് ജനങ്ങളിലേക്ക് ഉള്ളിലോട്ടും പോയി, പിന്നെ ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ച് വരുന്നത് കൊണ്ടാണ്, അംഗീകരിച്ചതും കൊണ്ടാണ് ഇപ്പം അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി. ഇപ്പോഴത്തെ പിണറായി വിജയൻ സഖാവാണെങ്കിലും വന്നതും അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണങ്ങളിലെ മികവ് കണ്ടായിരിക്കും വന്നത് അല്ലേ? ആണ്, അങ്ങനെ കൊണ്ടാണ് വരുന്നത്. ഇനി അടുത്ത ഇത് കാണുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് പറയാം, ഇവിടെ വെച്ച് എല്ലാം കണ്ടാൽ അന്നേരം നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. ഈ പെൻഷനൊക്കെ ഒരുപാട് കിട്ടാതൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കിട്ടാനുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വരെ പെൻഷൻ കിട്ടാനുണ്ട്, പെങ്ങൾക്ക് വിധവ പെൻഷനൊക്കെ കിട്ടാനുണ്ട്. ഈ മോദി സർക്കാർ പറഞ്ഞ അവർ പെൻഷനൊക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇതില്ലെന്നാണ് പറഞ്ഞത്. അത് അവർ പറയുന്നത് അവർ കറക്റ്റായിട്ട് വിടുന്നുണ്ട്, ഇവർ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പെൻഷനില്ലാതെയും ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ. എന്നിട്ട് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ശരിക്കും അത് ജനത്തിന് ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പം എൻ്റെ പരിസരത്ത് നിന്ന് ഒരുപാട് പേര് അപേക്ഷകളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ തീരപ്രദേശം ഭൂരിപക്ഷം ജനത്തിന് കൈവശരേ ഉള്ളൂ. അന്നേരം പട്ടയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ വരെ കൊടുത്തിരിക്കുകയാണ്. ഈ നവകേരള സദസ്സ് നവകേരള സദസ്സിന് ഞാൻ കൊടുത്തിട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു ഇത് പരാതി കൊടുക്കാനുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു, അത് കേട്ടായിരുന്നോ? അത് ഞാൻ കേട്ടില്ല. അന്നേരം അവരുടെ പ്രവർത്തകർ തന്നെ വന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈവശരേഖ കോപ്പിയും ആധാർ കോപ്പി പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി ഇതൊക്കെ ഞാൻ കൊടുത്തു. എന്തെങ്കിലും നടപടി എടുത്തു വന്നില്ല? ഇന്ന് കൊടുത്തതേ ഉള്ളൂ, നടപടി എടുക്കുകയില്ല നമുക്കറിയില്ല. ഇനി ഒരു പ്രകസനമാണോ എന്തോന്ന് നമുക്കറിയില്ല. തന്നു കഴിഞ്ഞെന്നാൽ ഓക്കെ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, മോദി സർക്കാരെന്ന് പറയാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പ്രധാനമന്ത്രി വീണ്ടും മോദി തന്നെ വരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉറപ്പായിട്ടും 100% സീറ്റ് കുറവാണെങ്കിലും മോദിയെ ഭരിക്കുള്ളൂ. സന്തോഷം പറഞ്ഞു. ഇന്ത്യ മുന്നണി രൂപീകരിച്ചല്ലോ, അതിനിപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഇപ്പം അത് പ്രവൃത്തിയായിട്ട് വരത്തില്ല. അത് പിന്നെ വടക്കേന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് സീറ്റുകൾ നഷ്ടമായില്ലേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും കൂടി ഏതാണ്ട് ഇത്ര ഘടകകക്ഷികളായിട്ടാണ് നിന്നത്. അതിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അത് വലിയ പ്രാബല്യമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ.